ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് നമുക്ക് രാവിലെ തൊട്ടുള്ള വിശേഷങ്ങൾ കണ്ടാലോ. ഇന്ന് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്, മോർണിംഗ് റൂട്ടീൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ രാവിലെ എണീറ്റ് മോളെ മദ്രസയിൽ അയച്ചതിന് ശേഷം ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ കുറച്ച് സമയം ഞാൻ പോയി കിടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 8 മണിയായ സമയത്തായിരുന്നു എണീറ്റ് വന്നിട്ടുണ്ടായത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ പരിപാടി ഒരു കടലക്കറി ഉണ്ടാക്കണം, അതുപോലെ തന്നെ അതിൻ്റെ ഇടയിലൊന്ന് ചായയൊക്കെ ഉണ്ടാക്കി കുടിക്കണം. ഞാൻ 2 ദിവസം ഇവിടെ ഉണ്ടായിട്ടില്ല കേട്ടോ. മുഹറം 10 ലീവ് ഉണ്ടായതുകൊണ്ട് തന്നെ മദ്രസ സ്കൂളിൽ ലീവ് ഉണ്ടായിരുന്നല്ലോ. അപ്പം ഞാൻ വിചാരിച്ച് പുറക്കേക്കൊന്നും പോവാം, ഉമ്മാനൊക്കെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ 2 ദിവസം വീട്ടിലായിരുന്നു ഉണ്ടായത്, ഫ്രൈഡേയും സാറ്റർഡേയും. അപ്പം ശനിയാഴ്ച വൈകുന്നേരമാണ് ഇങ്ങോട്ടേക്ക് വന്നത്. വ്യാഴാഴ്ച വൈകുന്നേരം മോള് സ്കൂളിൽ നിന്ന് വന്ന പാട് ഞാൻ അങ്ങോട്ടേക്ക് പോയി. അത് കഴിഞ്ഞതിന് ശേഷം വെള്ളിയാഴ്ച വരണമെന്ന് വെച്ചിട്ടായിരുന്നു പോയത്. പിന്നെ മോളെങ്ങനെ വരുന്നുണ്ടായിട്ടില്ല. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച് എന്തായാലും ഒരു ദിവസം കൂടെ നിൽക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു ദിവസം കൂടെ വീട്ടിൽ നിന്നിട്ട് തിരിച്ച് വരാണ് ചെയ്തത്. അപ്പം 2 ദിവസം, അതായത് ഒരു ദിവസം തോന്നുന്നു ഞാൻ 2 ദിവസം ഞാൻ വീഡിയോസ് ഒന്നും ഇട്ടിട്ടുണ്ടായിട്ടില്ല. ഇന്നലെ ഞാൻ ഒരു ഷോർട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ലോങ് വീഡിയോസും കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് വീഡിയോസ് ഒന്നും ഉണ്ടായിരുന്നത്. ഇടയ്ക്കൊരു ബ്രേക്ക് എടുക്കുന്ന സമയത്ത് നമുക്ക് വീണ്ടും വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് മടിയുണ്ടാവും. അപ്പം ഞാനൊരു ചലഞ്ച് പോലെ, എന്നോട് തന്നെ ഒരു ചലഞ്ച് പോലെ ഏറ്റെടുത്ത് ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ ഒരു ഡെയിലി വീഡിയോസും കാര്യങ്ങളൊക്കെ. അപ്പോൾ എനിക്കിപ്പോൾ പുറത്തൊക്കെ പോയി കുറേ വീഡിയോസും കാര്യങ്ങളും അങ്ങനെയൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ വീട്ടിലെ കാര്യങ്ങളൊക്കെയാണ് ഞാനിപ്പോൾ ഇടുന്നത്. എല്ലാ കാര്യങ്ങളും നമ്മൾ വീട്ടിൽ നിന്ന് രാവിലെ തൊട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് എൻ്റെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ആദ്യം റാജിക്ക നാട്ടിലില്ല സമയത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ് കുറേ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടായിരുന്നു, കുറേ സ്ഥലങ്ങളിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമൊന്നും എനിക്ക് വീഡിയോ ഇടാൻ തോന്നിയിട്ടില്ലടോ. അപ്പോൾ ഞാനിങ്ങനെ ഇപ്പോൾ ഒരു പോയതിന് ശേഷം ഞാനിങ്ങനെ പറയും, റാസിക്ക് ഇപ്പം നാട്ടിലുണ്ടായ സമയത്തൊക്കെ ഞാനിങ്ങനെ കുറേ വീഡിയോസ് കണ്ടിന്യൂസ്ലി ഇട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് രസമാകുമായിരുന്നു ചാനലൊക്കെ. കാരണം എപ്പോഴും നമ്മളെ കിച്ചണിൻ്റെ കാര്യങ്ങളൊക്കെ അല്ലാണ്ട് നമ്മൾ ഈ ട്രാവൽ ചെയ്യുന്നതും കൂടെ ആഡ് ചെയ്താൽ ഒരു രസമല്ലേ, അങ്ങനെ വിചാരിച്ചിട്ട്. അപ്പം ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം ഞാനിങ്ങനെ ഇവിടെ പോകുന്ന അവിടെ പോകുന്നത് വീട്ടിൽ നിന്ന് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് ഇപ്പം അപ്ലോഡ് ചെയ്യുന്നത്. അതായത് ഡെയിലി ഒരു നമ്മളുടെ ഒരു വീട്ടിൽ നിന്ന് ചെയ്യുന്ന കാര്യങ്ങൾ, ഉമ്മ ചെയ്യുന്ന കാര്യങ്ങൾ, അങ്ങനെയൊക്കെയാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ എൻ്റെ ചായയുടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ചായ നല്ലോണം പതച്ച് മറിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ പാല് തിളപ്പിക്കുന്ന സമയത്ത് അടുത്തന്നെ ഉണ്ടാവും, തിളക്കുന്നത് വരെ അടുത്തുണ്ടാവും. ആ ഒരു ജസ്റ്റ് തിളക്കാനായി എന്ന് കണ്ട പാടായിരിക്കും നമ്മളൊന്ന് മാറൽ. അപ്പം പാലങ്ങ് പതച്ച് മറിയും. അങ്ങനെയാണ് ശരിക്കും എൻ്റെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കൽ. അപ്പോൾ അത്രയും സമയം ഞാൻ എവിടെ ഉണ്ടായിരുന്നു, ജസ്റ്റ് ഒന്ന് ഇവിടെ തിരുന്നപ്പോഴാണ് അത് കംപ്ലീറ്റ് പോയത്. അപ്പോൾ തക്കാളിയും ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം നമ്മുടെ കടലക്കറിക്ക് വേണ്ടിയിട്ട്. ആദ്യം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയ ജീരകം, വലിയ ജീരകം, ഒരു പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് അതൊന്ന് അതിന് ശേഷം ഉള്ളി ഇട്ട് കൊടുത്ത് എന്നിട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് ഈ ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഉമ്മ നൂൽപുട്ടാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പുറത്തുനിന്നായിരുന്നു ഉമ്മ നൂൽപുട്ടാക്കിയത്. അപ്പം ഗ്യാസുമെന്ന് ഞാൻ കറി ഉണ്ടാക്കി. നല്ല മഴയുണ്ടായിരുന്നു, നല്ല സുഖം ഉണ്ടായിരുന്നു. അതുകൊണ്ട് രാവിലെ തന്നെ അപ്പോൾ എണീക്കാനേ തോന്നുന്നുണ്ടായിട്ടില്ല. പക്ഷെ നമുക്ക് എണീക്കാണ്ട് വേറെ ഓപ്ഷൻ ഇല്ലല്ലോ, കാരണം സ്കൂൾ മദ്രസയിൽ മോളായിക്കണമല്ലോ. ഇനി നമുക്ക് തക്കാളിയും കൂടെ ഒന്ന് ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം ഞാനിങ്ങനെ വീഡിയോസിൽ കണ്ടിന്യൂസ്ലി ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതായത് ഇപ്പോൾ റെസിപ്പി വീഡിയോ ചെയ്യുന്നെങ്കിൽ ഞാനിങ്ങനെ തക്കാളി ഇട്ട് ഉള്ളിയിട്ട് വഴറ്റി അപ്പോൾ അതൊന്ന് മിക്സാക്കി കൊടുത്ത് അങ്ങനെയൊക്കെ പറയുന്നതിനോട് എനിക്ക് അങ്ങനെ പറയുമ്പോൾ ഞാൻ വിചാരിക്കും ഞങ്ങൾക്കൊക്കെ ബോറടിക്കുമെന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ നമ്മളെ ലൈഫിൽ നടന്ന കാര്യങ്ങളായിക്കോട്ടെ, എനിക്ക് പറയാനില്ല കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ അതിൻ്റെ ഇടയിൽ പറയുന്നുണ്ടല്ലോ. അപ്പം അതാണെന്ന് തോന്നുന്നു, എനിക്ക് ബെറ്ററായിട്ട് തോന്നി. ഇങ്ങനെ റെസിപ്പി കാര്യങ്ങളിങ്ങനെ ഞാനെങ്ങനെ ഉണ്ടാക്കി ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു പറയുമ്പോൾ എനിക്കെന്തോ ഒരു പോലെ ഫീൽ ചെയ്യുന്നത്, ബോറടിക്കുന്ന പോലെ തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് റെസിപ്പീസും പറയണത്, ഇടയ്ക്ക് എൻ്റെ കാര്യങ്ങളും പറയണത്. അപ്പോൾ തക്കാളി ഉള്ളി വെന്ത് വന്നതിൻ്റെത്തേക്ക് ഞാൻ കുറച്ച് ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ചധികം മല്ലിപ്പൊടി ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ച് കുറച്ച് കടലയും കൂടി, നമ്മൾ വേവിച്ച കടലയും കൂടി ഇട്ടിട്ട് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സാക്കിയതിന് ശേഷം നമ്മൾ മിക്സിയുടെ ഗ്രൈൻഡറിലിട്ടിട്ട് ഒന്ന് നമുക്ക് നല്ല പോലെ തന്നെ ഒന്ന് നല്ല പേസ്റ്റ് ആക്കി എടുക്കണം. അപ്പോൾ ജസ്റ്റ് ചൂട് പോയതിന് ശേഷം അടിച്ചെടുത്താൽ മതി, ഇല്ലെങ്കിൽ നമ്മൾ അടപ്പ് നല്ല
വൃത്തിക്ക് പിടിക്കണം, ഇല്ലെങ്കിൽ എന്തായാലും കംപ്ലീറ്റ് എല്ലായിടത്തേക്കും തെറിക്കും. കാരണം നല്ല ചൂടോടെ അടിക്കുന്ന സമയത്ത് തെറിച്ചു പോകും. അപ്പോൾ തിരക്കിട്ടാക്കുന്ന സമയത്തൊക്കെ നമ്മളൊന്നാലും നല്ലോണം മൂടി നല്ലോണം പിടിച്ചിട്ട് വേണം ചെയ്യാൻ കേട്ടോ. അപ്പോൾ ആ ഒരു മിക്സ് ഞാനിതാ വീണ്ടും തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ കടലൊക്കെ ഇട്ട് കൊടുക്കുക, എന്നിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക. ഇതാണ് ഞാൻ നോർമലി ചെയ്യണ കടലക്കറി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ആക്കിയിട്ടില്ലേ കടലക്കറി. അതിന് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇന്ന് എനിക്ക് വീട്ടിലെ പണികളൊക്കെ ഉണ്ട് കേട്ടോ. കാരണം 2 ദിവസം വീട്ടിൽ തന്നെ ആയതുകൊണ്ട് അടിക്കലും തുടക്കലൊക്കെ ഉണ്ട്. അപ്പം മോള് മദ്രസയിൽ നിന്ന് കൂട്ടിയിട്ട് വന്നതിന് ശേഷം എനിക്കാണെങ്കിൽ ഒന്ന് മോനെയും കൊണ്ട് പൾസ് പോളിയോ കൊടുക്കാൻ വേണ്ടിയിട്ട് പോകണം. ഞാനൊന്ന് വീട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങാൻ ഭയങ്കര മടിയാണ്. ഇപ്പം വണ്ടിയൊക്കെ എടുത്തിട്ട് പോക്കൊക്കെ ഭയങ്കര മടിയിലെ പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ മോൻ എണീറ്റ് റെഡിയാക്കിയ വാടന്നെ ഞാൻ പോകുമ്പോൾ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. തിരിച്ച് വന്ന വാടന്നെ ഞാൻ മോളെ വീട്ടിലാക്കിയിട്ട് നേരെ എനിക്ക് പോളിയോ കൊടുക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ ഈ ഒരു റൂട്ടിലൂടെയാണ് നമുക്ക് പോകേണ്ടത്. അടുത്ത് തന്നെയാണ് അംഗൻവാടി. അങ്ങനെ നല്ല മഴയിലുകൊണ്ട് തന്നെ എനിക്കൊരു വൈബാവട്ടെ വിചാരിച്ചിട്ട് ഞാൻ കോട്ടൊക്കെ ഇട്ടെടുത്തിട്ടാണ് പോയത്. അപ്പോൾ മോൾ അങ്ങനെ ഷോപ്പിലൊന്നും കയറാൻ വാശി പിടിക്കുകയില്ല. മോൻ അങ്ങനെയല്ല, ഓന് ഷോപ്പ് കയറിയിട്ടേ അടങ്ങും. അങ്ങനെ നമ്മൾ നാസ്തയൊക്കെ കഴിച്ചതിന് ശേഷം കുറേ നൂൽപൊട്ട് ബാക്കിയുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്തൊക്കെയാണ് ഉപ്പാക്ക് വേണ്ടിയിട്ട് കുറച്ച് എടുത്ത് വെക്കുന്നുണ്ട്. കാരണം ഉപ്പ വന്നിട്ട് ഫുഡ് കഴിക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഉമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെള്ളരിയും ചക്കക്കുരുവും കൂടെ വറുത്ത നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉമ്മക്ക് വേണ്ടിയിട്ട് അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കലാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി ഇത്താത്തൻ്റെ ആണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്ന ഒരു കൂട്ടിയാൽ നമുക്ക് ചോറിന് വേറെ ഒന്നും കറി വേണ്ടെന്ന് വിചാരിക്കും, അത്രയും ടേസ്റ്റ് ഉണ്ട്. ഞാൻ ഇനി ആക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ റെസിപ്പിയും കൂടെ ആഡ് ചെയ്ത് തരാം കേട്ടോ. ഇനി കടലക്കറിയും അതുപോലെ എല്ലാ സാധനങ്ങളും എടുത്തു വെക്കലാണ്. ചിലപ്പോൾ ഫ്രിഡ്ജിൽ വെക്കും, അല്ലെങ്കിൽ ഉപ്പ വന്ന് വൈകുന്നേരമൊക്കെ കഴിച്ചതിന് ശേഷമായിരിക്കും ഫ്രിഡ്ജിൽ വെക്കൽ. ബാക്കി കറി ഉണ്ടെങ്കിൽ അത് നാളെ എന്തെങ്കിലും ആ ഒരു കടലക്കറിക്ക് അനുയോജ്യമായ ഫുഡ് എന്തെങ്കിലും പുട്ടൊക്കെ ഉണ്ടാക്കും. അപ്പോൾ ഇനി എൻ്റെ പരിപാടി കിച്ചൺ ക്ലീനിങ് ആണ്. രാവിലത്തെ ആ ഒരു നാസ്തയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കംപ്ലീറ്റ് കൊളായിട്ട് ഉണ്ടാവില്ല കിച്ചണ്. അപ്പോൾ ഒന്ന് വൃത്തിക്കൊന്ന് ആ ഒരു കിച്ചണും കാര്യങ്ങളും കൗണ്ടർ ടോപ്പും സ്റ്റൗവും ഒക്കെ ഗ്യാസ് അടുപ്പൊക്കെ ക്ലീൻ ചെയ്ത് വെക്കും. ഇങ്ങനെ ഒരു എനിക്ക് തോന്നുകയാണെങ്കിൽ ഒരു 3 പ്രാവശ്യം ഡെയിലി ചെയ്യും. രാവിലെ തന്നെ ഉച്ചക്കത്തെ ഫുഡൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉച്ചക്ക് അങ്ങനെ ആ ഒരു സ്റ്റൗ തുടക്കാനൊന്നും ഉണ്ടാവില്ല. എന്തായാലും ജസ്റ്റ് ഒന്ന് തുടച്ചാൽ മതി. ഇങ്ങനെ ഒരു ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ആവശ്യം വരില്ല. അല്ലെങ്കിൽ എന്തായാലും ഉണ്ടാവും. നമുക്ക് ഫുഡൊക്കെ ലേറ്റ് ആയില്ലെങ്കിൽ എന്തായാലും ആക്കുമ്പോൾ കച്ചറയിക്കാൻ ഉച്ചക്ക് ഇതുപോലെ ചെയ്യേണ്ടി വരും. പിന്നെ രാത്രിയിൽ എന്തായാലും നമ്മൾ ചെയ്യണമല്ലോ, രാത്രിയിലേക്കുള്ള ഫുഡൊക്കെ വെക്കണമല്ലോ. അപ്പോൾ ഈ ഒരു സൈഡിലൊക്കെ ഞാനിങ്ങനെ എണ്ണയോട് നമ്മളിങ്ങനെ കാച്ചുന്ന സമയത്തൊക്കെ എണ്ണ കംപ്ലീറ്റ് എല്ലായിടത്തും ഇങ്ങനെ ആവും. പിന്നെ 2 ദിവസം ഞാൻ ഇല്ലാത്തത് കൊണ്ടും അതുകൊണ്ട് തന്നെ എല്ലാ ഭാഗവും കൂടെ ഒന്ന് വൃത്തിക്ക് തുടച്ചെടുക്കുന്നുണ്ട്. അപ്പം ഈ ഒരു സാധനങ്ങളൊക്കെ ഞാൻ കുറേ സാധനങ്ങൾ ഞാൻ മീഷോന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. കുറേയൊക്കെ രാജിക്ക എനിക്ക് കൊണ്ടുതരും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കട്ട്ലറി ഒക്കെ ഞാൻ മീഷോന്ന് വാങ്ങിയതാണ്. അപ്പോൾ ഞാൻ നമ്മളുടെ ഒരു ഗോൾഡൻ കളർ ത്രെഡ് വെച്ചിട്ട് ന്യൂട്രലിൻ്റെ ബോട്ടിലാണ് ഞാൻ അങ്ങനെ ആക്കി വെച്ചിട്ടുള്ളത്. ഈ ഒരു ചെടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല രസമാണല്ലോ ഒരു സ്നേക്ക് പ്ലാന്റ്. അങ്ങനെ ഓരോ ഭാഗവും ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എനിക്കുള്ള പണി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ക്ലീൻ ആയതിന് ശേഷം ഇനി അടിച്ചു വാരണം, തുടക്കണം, അത് കഴിഞ്ഞ് കുറച്ച് സമയം ഒന്ന് കിടക്കണം. അങ്ങനെയാണ് ഞാൻ ചിന്തിക്കണത്. അങ്ങനെ നാസ്തയൊക്കെ കഴിച്ച് അടിച്ചു വാരലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.